ഞങ്ങൾ 16ാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ പ്രതിപക്ഷം UDF ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ധനകാര്യ കമ്മീഷൻ്റെ കേരളത്തിലേക്കുള്ള നികുതി വിഹിതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ധനകാര്യ കമ്മീഷനിൽ 2.5% ഉണ്ടായിരുന്നത് 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ 1.92% കുറഞ്ഞു സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതം. അതുപോലെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതം 41% മാത്രമാണ്. അത് 50% ഉയർത്തണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. മൂന്നാമത്തെ കാര്യം, ആളോഹരി വരുമാനത്തിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നു. കേരളം ഒരുപാട് നാളത്തെ കഠിനാധ്വാനം കൊണ്ട് ആളോഹരി വരുമാനം വർദ്ധിപ്പിച്ച ഒരു സംസ്ഥാനമാണ്. അതിപ്പോൾ നമുക്ക് ദോഷകരമായി മാറുകയാണ്. ആളോഹരി വരുമാനത്തിന് കൊടുക്കുമ്പോൾ നമുക്ക് നികുതി വിഹിതം ലഭ്യമാകും. അതിന് കൊടുത്തിരിക്കുന്ന ഒരു വെയിറ്റേജ് 45% എന്നുള്ളത് 25% കുറയ്ക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ കേന്ദ്രം ഈ GST പിരിക്കുന്നതിൻ്റെ ഷെയർ മാത്രമാണ് തരുന്നത്. കേന്ദ്രം അതുകൂടാതെ സെസ്സും സർചാർജും പിരിക്കുകയാണ്. ഇപ്പോൾ GST പിരിക്കുന്നതും ഇൻകം ടാക്സ് പിരിക്കുന്നതും അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി പിരിക്കുന്നതും ഒക്കെ കുറച്ചിട്ട് പല സ്ഥലത്തും ഈ നികുതി കൂട്ടുന്നത് സെസ്സും സർചാർജുമാണ് കൂട്ടുന്നത്. എന്നിട്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ആ നികുതി പൂളിൽ ഈ സെസ്സും സർചാർജും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വളരെ കൗശലത്തോടു കൂടിയ ഇടപാടാണ്. അപ്പം സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട ഒരു വലിയ ശതമാനം നികുതി കുറവ് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഈ ഡിവിസീവ് പൂളിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട നികുതിയുടെ പൂളിൽ സെസ്സും സർചാർജും നിർബന്ധമായി ആവശ്യപ്പെടണം. എല്ലാ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഈ ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളും ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. പിന്നെ ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു. ജനസംഖ്യ കുറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മൾ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഏറ്റവും ഫലപ്രദമായി നടപടികൾ സ്വീകരിച്ച സംസ്ഥാനമാണ്. സത്യത്തിൽ നമുക്ക് ഇൻസെൻറ്റീവാണ് തരുന്നത് അതിൻ്റെ പേരിൽ. പക്ഷേ ഇപ്പോൾ ജനസംഖ്യ കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുകയാണ്. നമ്മുടെ നികുതി വിഹിതം അതിൻ്റെ പേരിൽ കുറയുകയാണ്. അതിന് കൊടുത്തിരിക്കുന്നത് 15%. അത് 10% കുറയ്ക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നുവരെ ആരും ആവശ്യപ്പെടാത്തൊരു കാര്യമാണ്. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ഇന്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ട് IPCC റിപ്പോർട്ട് പ്രകാരം കേരളം ഏറ്റവും കൂടുതൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്ത സാധ്യതയുള്ള പ്രദേശമാണ്. 2013-14 മുതൽ നമ്മൾ അതിതീവ്ര മഴ, അതുപോലെ മേഘസ്ഫോടനം, ചക്രവാത ചുഴി, ചുഴലിക്കൊടുങ്കാറ്റ് തുടങ്ങിയ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ നേരിടുകയാണ്. ധാരാളം ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകുന്നു പശ്ചിമഘട്ട മലനിരകളിൽ. തീരശോഷണം പടിഞ്ഞാറൻ തീരങ്ങളിലുണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം കേരളത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളിൽ ഒന്നാക്കി കേരളത്തെ മാറ്റിയിരിക്കുകയാണ്. അതിനുള്ള പ്രത്യേകമായ പരിഗണന നികുതി വിഹിതത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫ്രണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കണക്കാക്കിയിട്ടുള്ളൂകൂടി വരണം. മാത്രമല്ല, നമ്മൾ വലിയ തോതിൽ 29%-ലധികം കാടുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. മാത്രമല്ല, നമ്മുടെ ജനസംഖ്യ കാടുമായിട്ട് ബന്ധപ്പെട്ട് കാടിനകത്തും കാടിനരികിലും വലിയൊരു ജനസംഖ്യ നമുക്കുണ്ട്. ഇപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം, ഒരുപാട് പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ കാട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള വലിയ തടസ്സമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിഗണന കൂടി നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങളൊരു പുതിയ നിർദ്ദേശം, ഇതുവരെ ഗവൺമെൻറ്റുകളൊന്നും വയ്ക്കാത്തൊരു നികുതി നിർദ്ദേശം എന്ന് പറയുന്നത്, അതായത് വികേന്ദ്രീകൃതമായ തരത്തിൽ ഒരു നികുതി ദാന സംവിധാനം ഏർപ്പെടുത്തണം. അതായത് ഇപ്പോൾ പ്രാദേശിക സർക്കാരുകൾ അവർക്കൊരു പ്രത്യേകമായ ഫണ്ട് കൊടുക്കണം. കേരളം പ്രാദേശിക സർക്കാരുകളുടെ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അതിൻ്റേതായ നമ്മൾ ഫണ്ടും അതുപോലെ ആ ഇൻഡെക്സ്
അതിന് പ്രത്യേകമായൊരു ഇൻഡെക്സ്, ഈ പ്രാദേശിക സർക്കാരുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ഇൻഡെക്സ്, അതായത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് വികേന്ദ്രീകൃത ഡെവല്യൂഷൻ ഇൻഡെക്സ് എന്നുള്ളൊരു പുതിയ കാര്യമാണ്. അതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ ഡീസെൻട്രലൈസ്ഡ് ഡെവല്യൂഷൻ ഇൻഡെക്സ് ഉണ്ടാകണം എന്നൊരു പുതിയ ഡിമാൻഡ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ നികുതി ഇങ്ങനെ കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ മാനദണ്ഡങ്ങൾ ഞങ്ങൾ ഫിനാൻസ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ടൊരു കാര്യം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ കൂടുതൽ പണം നമ്മൾ ചിലവാക്കുന്നുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ ചിലവാക്കുന്നുണ്ട്. സർവകലാശാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും പ്രൈവറ്റ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാലറി കൊടുക്കുന്നു, അധ്യാപകർക്ക് സാലറി കൊടുക്കുന്ന സംസ്ഥാനമാണ്. ഇത് നമ്മുടെ ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ ചെലവ് വർദ്ധിച്ചു വരാൻ കാരണമായിട്ട്. അതുകൊണ്ടാണ് 15ാം ധനകാര്യ കമ്മീഷൻ, ഈ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയാണ്. 55,000 കോടി രൂപയാണ് റവന്യൂ ഡെഫിസിറ്റ്, റവന്യൂ കമ്മിയുടെ ഒരു ഗ്രാൻഡ്. റവന്യൂ കമ്മി ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്ന് പരിഗണിച്ച് 55,000 കോടി രൂപയുടെ ഒരു ഗ്രാൻഡ് സത്യത്തിൽ ഈ ഗവൺമെൻറ് പിടിച്ചു നിന്നത് ആ കാര്യങ്ങൾ കൊണ്ടാണ്, അത്രയും പണം കിട്ടിയതാണ്. അപ്പോൾ അത് 16ാം ധനകാര്യ കമ്മീഷൻ അത് കുറച്ചുകൂടി വലുതാക്കി അത് തുടരണം എന്നൊരു ആവശ്യമാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഓരോ സെക്ടറിനും, അതായത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗവേഷണത്തിന് കൂടുതൽ പണം നൽകണം, സ്ത്രീ ശാക്തീകരണത്തിന്, കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനത്തിന് കൂടുതൽ, ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് കൂടുതൽ പണം തരണം, ലോക്കൽ ബോഡികൾക്ക് കൂടുതൽ ഗ്രാൻഡ് കൊടുക്കണം തുടങ്ങിയ ഡിമാൻഡെല്ലാം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ വിശദമായ ഒരു പഠനത്തിന് ശേഷം ഐക്യജനാധിപത്യ മുന്നണി തയ്യാറാക്കിയ ഒരു കാര്യമാണ് ധനകാര്യ കമ്മീഷൻ്റെ മുൻപാകെ ഞങ്ങൾ രേഖാമൂലവും അല്ലാതെയും സമർപ്പിച്ചിട്ടുള്ളത്. ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവരുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. അതിന് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളെ സഹായിക്കേണ്ടത്. ഇപ്പം ജനസംഖ്യ കുറഞ്ഞു വരുന്നത് നമുക്ക് നെഗറ്റീവായിട്ടാണ് നമ്മുടെ വിഹിതത്തിൽ മാറുന്നത്. ഡെമോഗ്രാഫിക് പെർഫോമൻസിന് തരണം. ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആയുർദൈർഘ്യം കൂട്ടി, അപ്പോൾ പ്രായമായ ആളുകളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ നമ്മൾ പെൻഷൻ കൊടുക്കേണ്ട തുക, ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ 75 വയസ്സാണ് ഒക്കെ പെൻഷൻ കൊടുത്താൽ മതി, ഇപ്പോൾ 80 വയസ്സ് 90 വയസ്സ് വരെയൊക്കെ പെൻഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ജനസംഖ്യ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ട് കൂടുതൽ ചിലവുണ്ടായി. പക്ഷെ ഇവരുടെ വെയിറ്റേജ് ഇവർ കണക്കാക്കുമ്പോൾ ജനസംഖ്യ കുറഞ്ഞത് നമുക്ക് ദോഷകരമായി നമ്മളെ ബാധിക്കാം. ഈ 2011 സെൻസസിന് എടുത്തോ, പക്ഷെ അതിന് വെയിറ്റേജ് കണക്കാക്കുമ്പോൾ അത് 15ൽ നിന്ന് 10 കുറയ്ക്കണം. നമ്മൾ ജനസംഖ്യ നിയന്ത്രിച്ചത് നമുക്ക് ദോഷകരമായി മാറുക. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയുടെ കൂടി ഭാഗമായിട്ടാണ് ജനസംഖ്യ നിയന്ത്രിച്ചത്. ജനസംഖ്യ നിയന്ത്രിച്ച് നമുക്ക് ദോഷമായിട്ട് മാറാൻ പാടില്ല. അപ്പോൾ സെൻസസ് വെച്ച് കണക്കാക്കിക്കോട്ടെ, കുഴപ്പമില്ല. സെൻസസ് വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് വേറെ ചില അഡ്വാൻറ്റേജ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ ആ ജനസംഖ്യയുടെ ചില ഈ ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ചത് കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും കുറച്ച് സാമ്പത്തിക ചിലവൊക്കെ വരും. പക്ഷെ അപ്പോൾ ഈ ഇതിന് കൊടുക്കുന്ന വെയിറ്റേജ് കുറച്ചാൽ മതി. പക്ഷേ ഈ ദുരന്തങ്ങൾക്ക് നൽകുന്ന ഗ്രാൻഡ് 100% വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അതായത് ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാത്ത ദുരന്തങ്ങൾക്കൊക്കെ എങ്ങനെ ഈ 100% ഗ്രാൻഡ് നൽകാൻ? അത് വേറെയാണ്. അത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. ഇത് നമുക്ക് നൽകുന്ന ടാക്സ് നികുതി വിഹിതമാണ്. അതായത് കേന്ദ്രം ഇപ്പോൾ GST പിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് പിരിക്കുന്നത്, എക്സൈസ് ഡ്യൂട്ടി പിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാം കൂടി സ്റ്റേറ്റിന് കൊടുക്കുന്ന ഷെയറാണ്. ആ ഷെയറാണ്. മറ്റത് നമ്മൾ പറയുന്നത് L3 ഒക്കെ ആയി നമ്മൾ പ്രത്യേകമായി വലിയ ദേശീയ ദുരന്തമായി കണക്കാക്കുമ്പോൾ കൊടുക്കുന്ന സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ്. അത് ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല. പക്ഷേ അതിൽ തന്നെ ഫിനാൻസ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കുന്ന സമയത്ത് ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ദുരന്തം നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ
പരിഗണന കൊടുക്കണം, അതിനൊരു ഇൻഡെക്സ് തയ്യാറാക്കണം എന്നാണ് നമ്മുടെ ഡിമാൻഡ്. അതിനൊരു ഇൻഡെക്സ് ഒരു പുതിയ കാര്യമാണ്. പണ്ട് ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 8-10 വർഷമായിട്ട് അത് ഫേസ് ചെയ്യുകയാണ്. ഒരു സ്റ്റേറ്റ് നേരിടുന്നു. ഇപ്പോൾ നമ്മൾ മാത്രമല്ല, അറേബ്യൻ കോസ്റ്റ് മുഴുവൻ, വെസ്റ്റേൺ കോസ്റ്റ് മുഴുവനുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ അത് കർണാടകത്തിന് കിട്ടും, മഹാരാഷ്ട്രയ്ക്ക് കിട്ടും, ഗോവയ്ക്ക് കിട്ടും, ഗുജറാത്തിന് കിട്ടും. പക്ഷെ നമുക്ക് കൂടുതലാണ്, നമ്മളതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കൂടുതലാണ് ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്. ഫിനാൻസ് കോൺക്ലേവിൽ വന്നത് ഞങ്ങൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു. അന്ന് ദക്ഷിണേന്ത്യയിലെ ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഞാനും സംസാരിച്ചിരുന്നു, നമ്മുടെ നിർദ്ദേശം കൊടുത്തു. അത് ഞങ്ങൾ കുറേ കൂടി ഡെവലപ്പ് ചെയ്തിട്ട് കുറേ കൂടി കാര്യങ്ങൾ വരാം, ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ അല്ല, ജനറലായിട്ടാണല്ലോ ഇത് അവർ ചെയ്യുന്നത്. പക്ഷെ അപ്പം നമുക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും. കാരണം നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് മറ്റു കുറേ സംസ്ഥാനങ്ങളിൽ നിന്നും കുറേ കൂടി വ്യത്യസ്തമാണ്. അത് കൂടുതൽ അതിനൊക്കെ സ്പെസിഫിക്കേഷൻ കൊടുക്കണം. അതായത് ഒരു പുതിയ സിസ്റ്റമാണ് അതിൻ്റെ അകത്ത്. പഴയ രീതിയിൽ നിന്ന് ഇതെല്ലാം മാറി. നമ്മൾ പറയില്ലേ, സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങളുടെ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഈ ഡീസെൻട്രലൈസ്ഡ് ഡിവിസീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഞാനതിനൊന്നും മറുപടി പറയില്ല. ഞാനതിന് മറുപടി പറഞ്ഞു. ഞാനതിനൊന്നും മറുപടി പറഞ്ഞു. അത് KPCC പ്രസിഡന്റിനോട്. ഇല്ല, ഞാനതിനൊന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നിർബന്ധിച്ച് ഞാൻ പറയും. ഞാനൊന്നും മറുപടി പറയും. വേറെ വല്ലതും ഉണ്ടോ? വേറെ ഏതിലും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും ചാണ്ടിയുമൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ പുനഃസംഘടനയിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യം ലഭിക്കണം. കാരണം നിലവിലിപ്പോൾ ഞാൻ പുനഃസംഘടനയെ പറ്റി പറയാനുള്ള ആളല്ല, ഞാനല്ല അത് പറയേണ്ടത്. അത് KPCC AICC നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ പറയാൻ. ഞാൻ അതിലൊന്നും സംസാരിക്കും.